വേനലായതുകൊണ്ട് വെള്ളം ഇല്ലല്ലോ, കമ്പടിഞ്ഞ് താഴെ അതിലേക്കൂട്ടം എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. രാവിലെ കഴിക്കണ്ടേ? രാവിലെ കഴിക്കണ്ടേ? നമുക്ക് കാപ്പി കുടിക്കാൻ സമയമായി. പല്ല് വെച്ചിട്ടേ. ആ ഇല്ല, എലിക്കുട്ടൻ പല്ല് തേച്ചില്ലല്ലോ. ഞങ്ങളൊക്കെ തേച്ചു. ആ എലിക്കുട്ടിയമ്മ തേച്ചില്ല. എന്നാ തേച്ചു. എപ്പം? നേരത്തെ എങ്ങനെ കിടന്ന നേരത്ത് നേരിട്ട് വന്നത് ഇപ്പോഴല്ലേ പിന്നെ ഇങ്ങനെ കേൾക്കുന്നത്? ആ ശരി, ഞങ്ങൾ തരാം. പോരെ? ആരാ? അമ്മയോ? ഇവിടുത്തെ അമ്മ ഒരമ്മയായി നിൽക്കുന്നത്. ഒരമ്മയാണ് ഈ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ഒരമ്മയാ. ഈ നിൽക്കുന്നത് ഒരമ്മയാന്നേ. ഈ നിൽക്കുന്നത് ഒരമ്മയാന്ന്. ആ പിന്നെ അമ്മമാര് വേണം. അമ്മമാരില്ലാതെ നടക്കുകയല്ലോ. അമ്മമാരില്ലാതെ പറ്റിയല്ലോ. അമ്മമാരില്ലാതെ പറ്റിയല്ലോ. ആ അമ്മമാരല്ലേ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണത്. വീട്ടിനകത്തിരുന്ന് പണ്ടത്തെ അമ്മമാർ, ഇപ്പോഴത്തെ അമ്മമാരില്ല. ഇപ്പോഴത്തെ അമ്മമാർ ജോലിക്ക് പോവും. പണ്ടത്തെ അമ്മമാർ വീട്ടിനകത്തിരുന്ന് മക്കളെ നോക്കിയിരിക്കുമല്ലേ. പിന്നെ അമ്മ ഇപ്പോഴും ഉണ്ട്. അമ്മയുണ്ട്, കുഞ്ഞമ്മയുണ്ട്, കൊച്ചമ്മയുണ്ട്, എല്ലാ അമ്മമാരും ഉണ്ട് കേട്ടോ. ആ വണ്ടി രാവിലെ പോകുന്നു. നേരം വെളുത്തല്ലേ ഉള്ളൂ. വണ്ടികൾ പോകുന്നു. പല്ല് തേച്ചോ? എന്നാ പല്ല് തേക്ക് പെട്ടെന്ന്, എന്നിട്ട് കാപ്പി കുടിക്കാൻ തരാം. ഇല്ല, തേച്ച് കഴിഞ്ഞില്ല. പൽപ്പൊടി കയ്യിലുണ്ട്. നന്നായിട്ടങ്ങ് തേച്ചോ. നന്നായിട്ടങ്ങ് തേച്ചോ. നന്നായിട്ടങ്ങ് തേച്ചോളാൻ. ആ ഞങ്ങൾ തേച്ചതാ. പിന്നെ എലിക്കുട്ടിയമ്മയുടെ നൈറ്റി വെള്ളയല്ല കേട്ടോ. നല്ല രസമുണ്ടല്ലേ എലിക്കുട്ടിയമ്മയ്ക്ക് നൈറ്റി ഇട്ടിട്ട്. ഓ രാവിലെ ഇപ്പം ആരും വരാനില്ലെന്നേ. രാവിലെ ആരും വരാനില്ല. തേച്ച് തീർക്ക്, എന്നിട്ട് കഴുകി പാ, നമുക്ക് കഴിക്കാം. തേച്ച് കഴിഞ്ഞാ? എലിക്കുട്ടിയമ്മ തന്നെ കഴുകാൻ പോകണമെന്ന് തോന്നുന്നു. ആ അതെ, തന്നെ കഴുകാൻ പോവാണ്. ചില സമയങ്ങളിൽ നമ്മൾ അമ്മനെ കൂട്ടിക്കൊണ്ട് പോകണം. എല്ലാ സമയത്തും നിങ്ങൾ കുഴപ്പമില്ല, ലൈറ്റ് നിട്ട് കൊടുത്താൽ. എലിക്കുട്ടിയമ്മ തന്നെ പോയി എടുത്ത് കഴുകുവാണ്. എലിക്കുട്ടിയമ്മ കഴുകിയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസിൻ്റെ ഗുളിക കൊടുക്കാം. പല്ല് തേച്ച് കഴുകി വന്നോ? എന്നാ മൂത്രം വെച്ചിട്ട് പോരെ. ബാ, ഗുളിക തരാം. മൂത്രമൊക്കെ ഒഴിച്ചിട്ട് പോരെ, ഗുളിക തരാം. എലിക്കുട്ടിയമ്മ പല്ല് തേച്ച് വായും മുഖമൊക്കെ കഴുകി മുടിക്കായിട്ട് വരുന്നുണ്ട്. അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. ഒരമ്മ പള്ളിയിൽ പോയി, ഒരമ്മ വീട്ടിൽ ഇരിക്കുന്നു. ഒരമ്മ പള്ളിയിൽ പോയി, ഒരമ്മ വീട്ടിലിരിക്കുന്നു. പിന്നെ എവിടെയുണ്ട്? എന്നാ കിടക്കുമൊന്നുമല്ല. ഇപ്പോഴിപ്പോൾ പുറത്ത് പോയിരിക്കുക. ഇപ്പോൾ വരും. പുറത്തേക്ക് പോയിരിക്കുക. ഇപ്പോൾ വരും. പുറത്തേക്ക് പള്ളിയിൽ പോയിരിക്കുക. ഇപ്പോൾ വരും. ആ പള്ളിയിൽ പോയിരിക്കുക. നോമ്പ് കാലമൊക്കെ അല്ലേ? ആ നോമ്പ് കാലമൊക്കെ അല്ലേ? ആ തന്നെയാ. ഇപ്പോഴേ നോയമ്പല്ലേ? ഇപ്പം നോയമ്പല്ലേ? ആ അപ്പം പള്ളിയിലൊക്കെ പോകണ്ടേ? ആ പോയി ദൈവത്തെയൊക്കെ കാണട്ടെ, പ്രാർത്ഥിക്കട്ടെ എല്ലാവർക്കും വേണ്ടിയല്ലേ. ഇവിടെ നമ്മളൊക്കെ കിടക്കണം. നമ്മൾ കിടക്കണം. എലിക്കുട്ടിയമ്മയുടെ വീടല്ലേ ഇത്? എലിക്കുട്ടിയമ്മയുടെ വീടല്ലേ? അല്ലേ? ആ അപ്പോൾ എലിക്കുട്ടിയമ്മയും മക്കളും അല്ലേ ഇവിടെ കിടക്കണേ? ആ വേറെ വല്ലവരും കൂടെ കിടത്തണോ? ഗുളിക കഴിച്ച ഉടനെ നമുക്ക് കാപ്പ് കുടിക്കത്തില്ലല്ലോ. ഗ്യാസിൻ്റെ ഗുളികയല്ലേ കഴിച്ചേ? അതുകൊണ്ട് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞേ തരത്തുള്ളൂ. അല്ലേ? അതുകൊണ്ട് പ്രയോജനമില്ല. ഇവിടെ നമ്മൾ 3 പേരേ ഉള്ളൂ ഇപ്പം. നമ്മൾ 3 പേരുണ്ട്. ഒരാളെ ഇല്ലാതെ ഉള്ളൂ കേട്ടാ. ഇപ്പം ജോമോളിവിടെ കാണാത്തോണ്ട് തപ്പി നടക്കുകയാണേ. ഒച്ചയൊന്നും കേൾക്കുന്നില്ല, അനക്കൊന്നും കേൾക്കുന്നില്ല.
ഇവിടെ കാര്യമില്ല. ആ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു. അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അടുക്കള നിൽക്കേണ്ട കാര്യമുണ്ടോ? അടുക്കളയുടെ കഥയൊക്കെ ചാരി ഇട്ടിട്ടു ആ ചാരി ഇട്ടിരിക്കുക അപ്പുറത്തെ കഥ. അടച്ചിട്ടില്ല. ആ ഇതിപ്പോൾ അടയ്ക്കണ്ടല്ലോ, നേരം വെളുത്തില്ലേ? ഉം? നേരം വെളുത്തില്ലേ? ഏ? നേരം വെളുത്തല്ലോ. നമ്മളിവിടെ ആളുണ്ടല്ലോ. പിന്നെ പിന്നെ എന്തിനാ അടയ്ക്കുന്നേ? പുറത്തോട്ടൊക്കെ ഇറങ്ങണ്ടേ? ഉം. ഒരിടത്തോട്ടും പുറത്തേക്ക് ദൂരേക്ക് പോകുമ്പോൾ അടച്ചാൽ മതിയല്ലോ. ഉം. അവിടെ ആരാ? ഉം? അവിടെ ആരാ? ഇവിടെ വിളിക്കാനില്ലോ. അവിടെ ഉണ്ടോ നോക്കിക്കേ. ഇന്നും പോയി നോക്കണം. അതൊക്കെ മറന്നുപോയി. 2 മുറിയിലും പോയി വിവാനെയും വിവീനേനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന എലിക്കുട്ടിയമ്മയാണ്. ഇപ്പം അതൊക്കെ അങ്ങ് വിട്ടുപോയി. ഇപ്പം കണ്ടാലും അവരെ അറിയത്തില്ലാത്തൊരു കണ്ടീഷനായി. കിടപ്പുണ്ട്. ആ ആരാ അവിടെ കിടക്കണേ? ഇതാണ് ആണാണോ? ആ അത് മനസ്സിലായി. ആരാ? അവൻ്റെ പേരെന്നാ? എല്ലാം പതിച്ച് മൂടി എടുത്ത് കിടക്കും. ആ മൊത്തം മൂടി പൊതച്ച് കിടക്കുമല്ലേ? അവൻ്റെ പേരെന്നാ? അവൻ്റെ പേരെന്നാ? അതുപോലെ എനിക്കറിയാം. അയ്യോ അമ്മയ്ക്ക് അറിയത്തില്ലേ? പേര് പോലും. അമ്മയുടെ വാവയല്ലേ? അമ്മയുടെ വാവയല്ലേ? വാവ ആരണ്ട് വരുന്നുണ്ടോ? അതാരാ? മുരിങ്ങക്കായ ആ ചായ കുടിച്ചോ? കഴിച്ചോ? കഴിക്കാൻ പോണേ ഉള്ളൂ. ഗുളിക കൊടുത്ത് പല്ല് തേച്ചു. ഗുളിക കഴിച്ച് പല്ല് തേച്ച് ഗുളിക കഴിച്ചിട്ട് നിൽക്കുവാണ്. ഗ്യാസിന്റെ ഗുളിക കഴിച്ചിട്ട്. നമ്മളെ കാണാമെന്ന് ഇച്ചിരി മുരിങ്ങക്കായ ഉണ്ടായി തരാമെന്ന്. എന്നാത്തിന് പോയി മുരിങ്ങക്കായ പറിച്ച് കൊണ്ടുവന്നാണ്. പിന്നെ മുരിങ്ങക്കായ കമ്പടിഞ്ഞ് താഴെ വീണു. ആ കമ്പൊടിഞ്ഞു പോയോ? ആ വെള്ളം ഇല്ലാത്തോണ്ടാ. അത് നനച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ. നനച്ചിട്ട വെള്ളം. ആ പെട്ടെന്ന് പോയി. കമ്പൊടിഞ്ഞ് താഴെ പോയത്. മുരിങ്ങയുടെ ഇപ്പൊ വേനലായോണ്ടേ ജലാംശം കുറവല്ലേ? വേനലായതുകൊണ്ട് വെള്ളം ഇല്ലല്ലോ. കമ്പടിഞ്ഞ് താഴെ വീണു. ഇന്ന് പോകുന്നില്ലേ? പോവാ. രാവിലെ പോയിട്ട് 2:12 വരാം. ആണോ? എന്നും ഒന്നും ഇവിടെ ഇല്ല. വൈകിട്ട് എന്നും വൈകിട്ട് ഇവിടെ ഇല്ല. നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോണ്ടേ? പോവാ. പോണ കൂട്ടത്തിൽ പോണം. ആ ആ ആ അതിപ്പോ ഗുളിക കൊടുത്തോളേ. ആ ആരാ വന്നേ? ആ അതടച്ചിടുവാ. അതാരാ? കിടക്കാറായില്ലേ? കിടക്കാറൊന്നും ആയില്ല. നമ്മൾ രാവിലെ കാപ്പി കുടിക്കാൻ പോണേ ഉള്ളൂ. രാവിലെ എലിക്കുട്ടിയമ്മ കാപ്പി കുടിക്കാൻ പോണേ ഉള്ളൂ. 10-15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ എലിക്കുട്ടിയമ്മയ്ക്ക് കാപ്പി തരും. വിശക്കുന്നുണ്ടെന്ന് തോന്നും. അതാണ് എലിക്കുട്ടിയമ്മ ഇപ്പം ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അല്ലെങ്കിൽ എലിക്കുട്ടിയമ്മ അത്ര മൈൻഡിക്ക് നിൽക്കില്ല. ആ പൈസ കോയിൻ. അവിടെ ആരാ? വെട്ടമൊന്നും തെളിച്ചിട്ടൊന്നുമില്ല. സൂര്യപ്രകാശ. സൂര്യന്റെ വട്ടം. മുറിയിലും കിടന്നു അവിടെ പുറത്തോട്ടുള്ള വാതിലെല്ലാം തുറന്നിട്ടൊക്കെ വെള്ളം ജനലേക്ക്. ആ ജനല് കാറ്റ് കയറണ്ടേ? ഭയങ്കര ചൂടല്ലേ? ഫാൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. എലിക്കുട്ടിയമ്മയുടെ മുറി കണ്ടോ? എലിക്കുട്ടിയമ്മ ഫാൻ ഓഫാക്കണ കാര്യം മറന്നു പോണു. ചെരിപ്പെടുന്ന കാര്യം മറന്നു പോണു. എന്നാ കാപ്പി എടുത്തേക്കാം. കഴിക്കാൻ എടുത്തേക്കട്ടെ? കിടക്കാൻ പോവാ. അയ്യോ കിടക്കാറായില്ല. കഴിച്ചിട്ട് കിടക്കാം. കഴിക്കാനോ? ആ കഴിക്കാൻ എത്ര നേരമായി? അയ്യോ രാവിലെ പല്ല് തേച്ചല്ലേ ഉള്ളൂ. ഇപ്പോഴേ നമ്മള് പല്ല് തേച്ചേ ഉള്ളൂ. രാവിലെ പല്ല് തേച്ചതേ ഉള്ളൂ. പല്ല് തേച്ചതേ ഉള്ളെന്ന് എലിക്കുട്ടിയമ്മ. പല്ല് തേച്ചൊരു ഗുളികയും കഴിച്ചതേ ഉള്ളൂ. ഇനി ഭക്ഷണം കഴിക്കണം. ഇപ്പൊ ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. ഏത് പുള്ളിക്കാരത്തിയാണോ അടുക്കള? ഏത് പുള്ളിക്കാരത്തി? അടുക്കളയിൽ ആരും ഇല്ല. നമുക്കിപ്പോ എടുത്ത് കഴിക്കാം ബാ. നമുക്ക് എടുത്ത് കഴിക്കാം ബാ. കാപ്പി കുടിക്കാം ബാ. എലിക്കുട്ടിയമ്മ കഴിക്കണ്ടേ? എലിക്കുട്ടിയമ്മ കഴിക്കണം. എലിക്കുട്ടിയമ്മ കഴിക്കണം. ആ ഇതിന് മാത്രം വേണ്ട. ഞാനിപ്പോൾ എടുത്തോണ്ട് വരാം കേട്ടോ. അപ്പോൾ എലിക്കുട്ടിയമ്മയ്ക്ക് കാപ്പി എടുത്ത് കൊടുക്കാം. ഇനിയുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ കഞ്ഞിയും ചോറുമാണ് രാവിലെ വെച്ചിരിക്കുന്നത്. പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
ബാക്കി ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എലിക്കുട്ടമ്മയ്ക്ക് കഞ്ഞിയാണല്ലോ ഇഷ്ടം, അതുകൊണ്ട് കഞ്ഞിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് പയർ തോരൻ, വൻപയർ നമ്മൾ പറയും. ഇത് വിവാനായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. നമ്മൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടിരുന്നൊരു സാധനമാണ്. പിന്നെ മീൻകറി ഉണ്ട്. എലിക്കുട്ടമ്മയ്ക്ക് മീൻകറി ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ എലിക്കുട്ടമ്മയ്ക്ക് ആവശ്യമായ പുളിശ്ശേരിയും എലിക്കുട്ടമ്മയ്ക്ക് മസ്റ്റാണല്ലോ. അപ്പോൾ ഇത്ര സാധനങ്ങളാണ്. അപ്പോൾ പുളിശ്ശേരി ഞാൻ ഒഴിച്ചു, മീൻകറിയും ഇതെടുത്ത്. അമ്മ കറി ഇങ്ങനെ അധികം കൂട്ടിയില്ല. കഞ്ഞിച്ചിരി കൂടുതലാണെന്ന് സംശയമുണ്ട്. ഞാൻ ഇന്ന് എപ്പോഴത്തെ കൂടിപ്പോയോ എന്ന സംശയമുണ്ട്. ഒരിക്കലും കൊടുക്കാം. രാവിലത്തെ പ്രസൻറ്റ് കണ്ടീഷനാണ് എലിക്കുട്ടിയമ്മ. ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേനും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതൊക്കെയാലും നോക്കാം. ഇപ്പോൾ ചേച്ചി കൊണ്ട് തന്നിട്ട് പോയതാണ് മുരിങ്ങിക്കൂലിൻ്റെ കൂടെ. അപ്പോൾ ഇത് കൊടുത്തിട്ട് എലിക്കുട്ടിയമ്മേനെ നമുക്കൊന്ന് വിളിച്ച് നോക്കാം. നല്ല മൂടാണെങ്കിൽ എലിക്കുട്ടിയമ്മ കുഴപ്പമില്ലാതെ വരും, ഇല്ലെങ്കിൽ വരികയില്ല. എന്നാ ബാ, ആണ്ട കിടന്നോ ബാ, ഏറ്റ് ബാ, എണീക്ക്, ഏറ്റ് ബാ, എണീറ്റ് ബാ. അവിടെ ആള് വന്നേക്കണം, അവിടെ ആള് വന്നേക്കണം. അവിടെ ലീലാമ്മ കാണാൻ വന്നിട്ടുണ്ട്. ലീലാമ്മ വന്നിട്ടുണ്ടെന്ന്. ആ ബാ, ആ ബാ, നമുക്ക് വല്ല കഴിക്കാൻ ബാ. അല്ലല്ല, അപ്പുറത്ത് താമസിക്കുന്നത്. അപ്പുറത്തല്ലേ താമസിക്കുന്നേ? അപ്പുറത്തെ വീട്ടില്. ആ ആ എന്നാ ബാ, ഏറ്റ് വാ, എണീറ്റ് വാ. ചെരിപ്പുണ്ടോ എവിടെ? അത് ആരെയാ അറിയത്തില്ലേ? അത് എലിക്കുട്ടിയുടെ ചെരുപ്പാ. എലിക്കുട്ടി ചെരുപ്പിടുന്ന ചെരുപ്പ്. അതേന്നേ, എലിക്കുട്ടിയുടെ ചെരുപ്പാന്നേ. എലിക്കുട്ടിയുടെ കളർ മാറിപ്പോയോണ്ടാണോ എലിക്കുട്ടിക്ക് ഓർമ്മ? ആ, ഇട്ട് നോക്കി, എലിക്കുട്ടിയുടെ ആണോ? ഉണ്ടോ? കറക്റ്റല്ലേ? എന്നാ പാകാന്ന് നോക്കി, കറക്റ്റായിട്ട് കാലേ കയറി. ഇതിപ്പോൾ പിന്നെ എലിക്കുട്ടിയുടെ അല്ല, പിന്നെ കാലേ കയറും. എണീറ്റ് വാ, എണീറ്റ് വാ. ആ, നല്ലതാ. ഉണ്ടോ അമ്മ? സൗന്ദര്യമൊക്കെ നോക്കണുണ്ടോ? ചെരുപ്പൊക്കെ ഇട്ട് നോക്കിയിട്ട്. ആ, പാക ചെരുപ്പൊക്കെ ഇട്ടിട്ട് സൗന്ദര്യം നോക്കണം. വാ, എണീറ്റ് വാ, ഏറ്റ് വാ, ഇങ്ങ വാ, ഇങ്ങ വാ. ആ, അവിടെ ഉണ്ട്, വാ. നമുക്ക് ഇച്ചിരി പരിപാടികളുണ്ട് രാവിലത്തെ. എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്യാൻ. വാ, ഒന്ന് കഴിച്ചോ. പിന്നെ അതെന്നാ ചോദ്യ? എലിക്കുട്ടിയമ്മ എടുത്ത് കഴിക്കാത്ത പിന്നെ കൊണ്ട വെക്കാതെ പറ്റുമോ? ഉണ്ടാ വെച്ച അമ്മയാ. എലിക്കുട്ടിയമ്മയ്ക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു, എന്നിട്ട് പോയി. അമ്മ പള്ളിയിലോട്ട് പോയി. എലിക്കുട്ടിയമ്മയ്ക്ക് കഴിക്കാൻ പറഞ്ഞ് എടുത്ത് വെച്ചിട്ട് ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. വീട്ട് കിടന്ന് പറയാണ്ട്, പല്ലൊക്കെ തെച്ച് കിടന്ന് പറയാണ്ട് കൈ കഴിക്കുന്നില്ല കേട്ടോ. നിർബന്ധിച്ച് കൈ കഴിക്കുന്നില്ല. ആ, അമ്മ തന്നെയാ പള്ളിയിൽ പോണേ. അപ്പം ആരെങ്കിലും കൂടെ പോകാൻ എപ്പോഴും ഉണ്ടോ? ആ, ഇവിടുന്ന് കുറച്ച് പോയാൽ പോരെ. മുത്തപ്പൻ്റെ അടുത്തല്ല പോണേ. അതുകൊണ്ട് ഒത്തിരി പോകണ്ടല്ലോ. ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയേ. അമ്മയ്ക്ക് എന്നാണെങ്കിലും നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മടിയൊന്നും കൂടാതെ നമ്മൾ പറഞ്ഞപ്പോഴേ വന്ന് കഴിക്കാനിരുന്നത്. അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള അറിയാലോ. ആ, ചൂട് വേണ്ടേ? ചൂട് തന്നെയല്ലേ നമുക്ക് ഇഷ്ടം. ഇന്ന് സാധാരണ ഒത്തിരി വ്യത്യസ്തമായിട്ടാണ്. സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉപ്പും പുളി ഉപ്പ് ഒക്കെ ഉണ്ടോ നോക്കിയേ. കഞ്ഞിക്ക് ഉപ്പുണ്ടോ നോക്കിയേ. കഞ്ഞിക്ക് ഉപ്പുണ്ടോ നോക്കിക്കേ. നോക്കിയില്ലല്ലോ. ആ, അമ്മയ്ക്ക് എടുക്കാൻ മേല. ഒന്നും എടുക്കാൻ മേല. ഇല്ല. ആ, ഓർമ്മക്കുറവ്. അത് തന്നെ, അതാണ് പ്രശ്നം. ഇന്ന് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ചെറുപ്പകാലത്തെ ഒരു പ്രധാന വിഭവമായിരുന്നു ഈ പയറുതോരൻ. ചാച്ചൻ ഇവിടെ ഇല്ല. ചാച്ചനില്ല. ആ, മരിച്ചുപോയി. ഞങ്ങളാരും കഴിച്ചില്ല. എലിക്കുട്ടിയമ്മയ്ക്ക് ആദ്യം തന്നത്. ഇല്ല. ഇനി കഴിക്കണം.
ഉം. കഞ്ഞിയാ, ചൂട് കഞ്ഞിയാ എല്ലാവർക്കും. കഴിച്ചോ, വാരി കഴിച്ചോ, പെട്ടെന്ന് കഴിച്ചോ. ആ, പുളി എരിവൊക്കെ പാകാൻ തോന്നുന്നു, അല്ലെങ്കിൽ പറണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്ന് കഴിക്കുന്നുണ്ട്. അമ്മ വരുമോ? പിന്നെ അമ്മ വരും. വരുമോ? പിന്നെ അമ്മ ഇച്ചിരി കഴിയുമ്പോൾ വരും കേട്ടോ. ഇല്ല. ഉപ്പില്ലേ? ഇത്രയും കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉപ്പില്ലാതെ. ഇത്രയും കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉപ്പില്ലാതെ. ഞാൻ ആദ്യം ചോദിച്ചതാണല്ലോ ഉപ്പുണ്ടോന്ന്. ഉപ്പൊക്കെ നന്നായിട്ട് ഞാൻ ഒഴിച്ചതാ. ഉപ്പില്ലാതെ അമ്മ കുടിക്കുകയെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അമ്മ വീട് ഉപ്പില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ഉപ്പൊക്കെ ഉണ്ട്, അതിപ്പോൾ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, കുറച്ച് സെൻസ് ചെയ്യുന്നുള്ളായിരിക്കും. ഇവിടെ ആരാ താമസിക്കണം? ഇവിടെ ഏലിക്കുട്ടിയമ്മയും മക്കളും. വൈകിട്ട് ഏലിക്കുട്ടിയമ്മ, രോമോൻ. കാരണവന്മാർ മക്കളൊക്കെ ഉണ്ടോ? ആ പിന്നെ ഉണ്ടോ? ആ, കാർന്നോത്തിയും മക്കളും. കാർന്നോമാരില്ല, വലിയ കാർന്നവരൊന്നുമില്ല, കാർന്നോമാർ. കഞ്ഞിക്ക് ഉപ്പില്ല. ആണോ? ഇപ്പോഴാണ് ഉപ്പില്ലാതായേ? മുമ്പ് ഉപ്പ് ഉണ്ടായിരുന്നല്ലോ. ഇച്ചിരി ഉപ്പ് ഒഴിച്ചു തരാം. കഞ്ഞി വേണ്ട. അതിനാ കഞ്ഞി ഇരിപ്പുണ്ടല്ലോ, കുടിക്കാനുണ്ടല്ലോ. പിന്നെ എന്നെ ഇച്ചിരി ഒഴിച്ചേക്കാം. അവിടെ ഉപ്പ് ഒഴിച്ചിട്ടുണ്ടോ നോക്കി. നീ നോക്കി ഉപ്പുണ്ടോന്ന്. ഉപ്പ് ആയോ നോക്കി, ഉപ്പായോ നോക്കിയേ, ഉപ്പായോ നോക്കിയേ. അതൊക്കെ ഉലുവ പൊട്ടിച്ചിരിക്കുന്ന ഉലുവായ, അതൊന്നും കളയണ്ട. കറുത്ത സാധനങ്ങളൊന്നും കണ്ട അമ്മ എല്ലാം പെറുക്കി ദൂരോട്ട് കളയും. പെൺപിള്ളേരുണ്ട്, ഉണ്ടുണ്ട്. പെൺപിള്ളേരൊക്കെ പള്ളിയിൽ പോയിരിക്കുന്നു. നോമ്പ് കാലമല്ലേ, എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കട്ടെ. അല്ലേ? നോമ്പ് കാലമല്ലേ, സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കട്ടെന്നേ. നോമ്പ് കാലമല്ലേ, നോയമ്പേ നോയമ്പ് കാലമല്ലേ, നോയമ്പ് കാലമല്ലേ. ആ, അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ പള്ളി പോയി പ്രാർത്ഥിക്കട്ടെ. വലിയ നോയമ്പല്ലേ. ഉപ്പായോ നോക്കി. പിന്നെ അവരിങ്ങോട്ട് വരും. പിന്നെ പള്ളി പോയാൽ പിന്നെ എങ്ങോട്ടാ പോണേ? പള്ളി പോയിട്ട് വീട്ടിലോട്ടല്ലേ തിരിച്ചു വരുള്ളൂ. ബാക്കി ഗുളിക കൂടെ കഴിക്കാനുള്ള. അപ്പം എന്തായാലും ഇന്ന് എലിക്കുട്ടിയമ്മ വഴക്കൊന്നുമില്ലാതെ ഇരുന്ന് ശാന്തമായിട്ട് കഴിക്കുന്നുണ്ട്. ജോമളെ കാണുന്നില്ലേലും ശാന്തമായിട്ട് കഴിക്കുന്നുണ്ട്. താമസക്കാരില്ലേ? അമ്മമാരും ആ, ഇല്ലേ? അമ്മമാരുണ്ടല്ലോ. അമ്മമാരുണ്ടെന്നേ. അമ്മമാരുണ്ട്. പിന്നെ ഒരമ്മയിലെ ഏലിക്കുട്ടിയമ്മ. ആ, പള്ളിയിൽ പോയിരിക്കുക. ഏലിക്കുട്ടിയമ്മയിലെ ഒരമ്മ അല്ലേ? ഏലിക്കുട്ടിയൊരു അമ്മയല്ലേ? ആ, തന്നെ ഉള്ളൂ. ഏലിക്കുട്ടി ഒരമ്മയല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇല്ലേ? എലിക്കുട്ടി അമ്മയല്ലേ? എലിക്കുട്ടി ഒരമ്മയല്ലേ? ആ, എലിക്കുട്ടി അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? എലിക്കുട്ടി അമ്മയ്ക്ക് എത്ര മക്കളുണ്ടെന്ന്. ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ അമ്മയെക്കുറിച്ചാണ്. ഇടയ്ക്ക് ചാച്ചനെ കുറിച്ച് ഒന്ന് ചോദിച്ചു, കാരണന്മാരില്ലേ എന്നൊക്കെ ഒന്ന് ചോദിച്ചു. കഞ്ഞിവെള്ളം അങ്ങ് കുടിക്കേ. ആ കഞ്ഞിവെള്ളം അങ്ങോട്ട് കുടിക്കേ. കഞ്ഞി ഇച്ചിരി കൂടെ വേണോ? കഞ്ഞി ഇച്ചിരി കൂടെ വേണോ? പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിക്കുട്ടിയമ്മയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എലിക്കുട്ടിയമ്മ ഒരു കച്ചറയും പറയാതെ ഇന്ന് കഴിക്കാൻ വന്നിരുന്നു. അമ്മേനെ അന്വേഷിച്ചില്ല. അമ്മേനെ അന്വേഷിച്ച് നടന്നു, വീട്ടിലുള്ളവരൊക്കെ തപ്പി നടന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാനാണെങ്കിലും എടുത്ത് കൊടുത്തപ്പം കുഴപ്പമില്ലാതെ വന്നിരുന്നു, ഓടി വന്നിരുന്നു, തന്നെ കഴിക്കുകയും ചെയ്തു. അപ്പം അമ്മ പള്ളിയിൽ പോയതാ. അപ്പം നന്നായിട്ട് വിശപ്പുണ്ടെങ്കിൽ എലിക്കുട്ടിയമ്മ വന്നിരുന്ന് കഴിക്കുമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അത് എല്ലാ ദിവസവും ഒരേപോലെ ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവരെ അവസ്ഥകൾ അങ്ങനെയാണല്ലോ. കൂടെ ആരും പോയിട്ടില്ല. തന്നെ വരാനൊക്കെ പറ്റുമോ? പിന്നെ തന്നെ വരാനൊക്കെ പറ്റും. അമ്മയ്ക്ക് നടക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അമ്മയ്ക്ക് നടക്കാൻ കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നേ. ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ അമ്മക്ക് കൃത്യമായിട്ട് അമ്മ സെൻസ് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിലാണ് സെൻസ് ചെയ്യാത്തത്. നമ്മൾ എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും കേൾക്കാതെ വരുന്നത്. കഴിച്ചു തീർക്ക്. പപ്പ ഇല്ല. ഉള്ള പപ്പ ഞാൻ മാത്രമേ ഉള്ളൂ.
ഏ ആകെ ഒരു പപ്പ ഉള്ളത് ഇപ്പോൾ ഞാനേ ഉള്ളൂ. നീയുള്ളോ? ആ, വേറെ പപ്പന്മാരൊന്നും ഇവിടെ ഇല്ല. ആണുങ്ങളായിട്ടോ? ആ, ആണുങ്ങളായിട്ട് പിന്നെ പയ്യനുണ്ട്, ഉം. വിവാനില്ലേ. ഉം. കഴിക്കേ. കുട്ടികളുണ്ട്, പെങ്ങന്മാരും. പെങ്ങന്മാരൊക്കെ ഉണ്ട്. പെങ്ങന്മാരൊക്കെ കെട്ടിച്ചു വിട്ടില്ലേ? അത് കെട്ടിച്ച് വിട്ടാലും വീട്ടിലോട്ട് വരികയല്ലേ. ആ, വീട്ടിലോട്ട് വല്ലപ്പോഴൊക്കെ വരും. ചിലരൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ ഭക്ഷണം കഴിക്കും വർത്തമാനം പറയിപ്പിക്കരുത്, വർത്തമാനം പറയും. പക്ഷേ എലിക്കുട്ടിയമ്മ കൂടുതൽ വർത്തമാനം പറയുന്നത് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കൂടുതൽ. അത് കെയർ ചെയ്തുകൊണ്ടൊക്കെ തന്നെയാണ് എലിക്കുട്ടിയമ്മ സംസാരിക്കുന്നത്. ഇച്ചിരി കഞ്ഞിയും കൂടെ വേണോ? ഇച്ചിരി കഞ്ഞിയും കൂടെ തരട്ടെ? ഇച്ചിരി കഞ്ഞിയും കൂടെ തരട്ടെ? വേണ്ട വേണ്ട, മതിയാ? ഇനി വേണ്ട. ആ. കുടിച്ചു കഴിഞ്ഞോ? കുടിച്ചു കഴിഞ്ഞോ? കുടിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞോന്ന്? ആ കഴിഞ്ഞു. ആ കറിയും കൂടെ വാരി കഴിക്ക്. പിള്ളേരാരുമില്ല. പെൺപിള്ളേരാരുമില്ല. പെൺപിള്ളേരുണ്ട്. പെൺപിള്ളേരൊക്കെ പള്ളിയിലാണ് പോയിരിക്കുക. പള്ളിയിലേ കാണുന്നില്ലല്ലോ. ആ, നോയമ്പായണ്ടേ പള്ളിയിൽ പോയിരിക്കുക. പള്ളിയിൽ പോയിട്ട് വരണം. നോയമ്പായണ്ടേ പള്ളിയിൽ പോയിരിക്കുക. പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരണ്ടേ. തണ്ടി ഈ കറിയും കൂടെ വാരി കഴിക്ക്. ഇതും കൂടെ കഴിക്ക്. അവരെത്ര പേരുണ്ട്? ഒരാളെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഒരാളേ ഉള്ളൂ. അത് അമ്മ കഴിച്ചോ? ഇനി എനിക്ക് വേണ്ട. അത് കഴിക്കേ. ഉണ്ട്, അമ്മ കറി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയൊക്കെ കഴിക്കുള്ളേ. ഇത്ര സാധനം കൊടുത്താണ്. വേണ്ട വേണ്ട. കറി അമ്മ അധികം കൂട്ടിയില്ല. പണ്ട് മുതലുള്ള ഒരു ശീലമാണ്. ഇതൊക്കെ കൂടുതൽ കഴിച്ചാൽ വയറ്റിന് അസുഖം. അയ്യോ, അത് നല്ല സാധനമല്ലേ. പയറും മീനുമാ. പയറും മീനുമാ. ഉണക്കപ്പയർ കറി വെച്ചല്ലേ. അത് വല്ല ജീവികൾക്ക് കൊടുക്കാം. ഇനിയോ? ഇനിയിപ്പോൾ ജീവികൾ കൊടുക്കാം. എന്നാ ഗുളിക കഴിച്ചോ? ഗുളിക അതെന്നാ അമ്മക്ക് ഗുളിക കഴിക്കാനോ? എൻ്റെ വെള്ളം ഇരിപ്പുണ്ട്. അയ്യുണ്ടോ? പിന്നെ നമുക്ക് എലിക്കുട്ടിയമ്മ തനിയെ പാത്രം കൊണ്ട കഴുകി വെക്കാൻ വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിനീ കൊണ്ട കഴുകണ്ടേ? കഴുകി വെക്കണ്ടേ? ഇപ്പം എലിക്കുട്ടിയമ്മ തന്നെ കഴുകുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം. അല്ല, അടുക്കള അതല്ലേ. പുറത്തെന്തിനാ കൊണ്ടുപോണേ? അതവിടെ വെച്ചേര്. ഇത് നമുക്ക് പട്ടിയുടെ തീറ്റയ്ക്കകത്ത് കൊടുക്കാം. അത് കഴുകി വെച്ചാൽ മതി അമ്മ. പിന്നെ എലിക്കുട്ടിയമ്മ വന്ന് പാത്രമൊക്കെ വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്. എലിക്കുട്ടിയമ്മ പാത്രം എല്ലാം വൃത്തിയായിട്ടൊന്ന് കഴുകി വെച്ചു. മിടുക്കിയായിട്ടിന്ന് എല്ലാ കാര്യങ്ങളും ഇന്ന് പഴയ പോലെ എലിക്കുട്ടിയമ്മ ചെയ്തിട്ടുണ്ട്. ഇന്ന് എല്ലാ കാര്യങ്ങളും എലിക്കുട്ടിയമ്മ പഴയ പോലെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങോട്ട് ഇപ്പൊ ആരും വരാനൊന്നുമില്ല. രാവിലെ ഒന്നും ആരും വരാനില്ല. ഇന്നിപ്പോ ആരും രാവിലെ ഒന്നും വരാനില്ലെന്നേ. രാവിലെ ആരും വരാനൊന്നും ഇല്ല. ഇല്ല. കുടുംബത്തോ?
ആ കുടുംബത്തുള്ളവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. കൊച്ചുങ്ങളും വലിയവരുമായിട്ട് ആ പെണ്ണുങ്ങളും ഒക്കെ ആയിട്ടില്ലേ? പിന്നെ പെണ്ണുങ്ങളൊക്കെ ആയിട്ടുണ്ട്. പെണ്ണുങ്ങളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാൻ പറ്റുമോ? ഉണ്ടെന്നേ, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയതല്ലേ. ലൈറ്റ് ഓഫ് ആക്കിയാൽ ആ ലൈറ്റ് ഓഫ് ആക്കിയേക്കാം. ആ അത് നമുക്ക് ഓഫാക്കാം. അപ്പം അമ്മ അങ്ങ് കയറിയപ്പം കഴുകാൻ കയറിയപ്പം തെളിച്ചല്ലേ. അടുക്കള അത് നല്ലപോലെ അടച്ചിട്ടുണ്ടല്ലോ. ആ അത് ചാരി ഇട്ടിട്ടേ ഉള്ളൂ. ഇപ്പം അടയ്ക്കണ്ട. ഇപ്പം അടയ്ക്കണ്ട. ഇപ്പം അടയ്ക്കണ്ട. നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ളതല്ലേ. ഇല്ലെങ്കിൽ അടച്ചത്. ആ നമുക്കിപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ളതാണ്. അത് തുറന്നിട്ട് കാറ്റ് കയറട്ടെ. ചൂടൊക്കെ അതിനെന്നെ മനുഷ്യൻ കിടക്കുന്നതിന് തന്നെ കുഴപ്പം. പകലല്ലേ പിന്നെ എന്നാ. വൈകിട്ട് നമ്മൾ അടച്ചിടുമല്ലേ. കാറ്റൊക്കെ കയറട്ടെ. കാറ്റ് കയറി നല്ല ശുദ്ധവായു കയറിയേ ഇറങ്ങിയേ എല്ലാം ക്ലീൻ ചെയ്ത് പോട്ടെ. വായു കയറി ഇറങ്ങിയേ എല്ലാം ക്ലിയർ ചെയ്ത് പോട്ടെന്നാ പറഞ്ഞേ. കാറ്റ് കയറി ഇറങ്ങിയേ, കാറ്റേ ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങ് പോട്ടെന്ന്. കാറ്റോ? ആ കാറ്റ് കയറി ഇറങ്ങി പോയാലല്ലേ ഉള്ളൂ നമുക്ക് ഒരു സുഖമുള്ളൂ. ഈ ചൂടത്തെ കാറ്റ് കയറി ഇറങ്ങി പോകുമ്പോൾ നല്ല സുഖമല്ലേ. അപ്പം ഇന്ന് ഏതൊക്കെയല്ല എലിക്കുട്ടിയമ്മ മിടിക്കുകയായിരിക്കുന്നു. രാവിലെ മിടിക്കിട്ടെല്ലാം കഴിച്ചു, കൃത്യമായിട്ടിരിക്കുന്നു. ഇവിടെയോ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആരാ കിടന്നോണ്ടിരുന്നേ? അവിടെ ആരാ കിടന്നോണ്ടിരുന്നേ? അമ്മ ഓർക്കുന്നില്ലേ? നേരത്തെ ഉണ്ടായിരുന്നോ? ഇപ്പം ഇല്ലാതായി പോയതാണോ? നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, എന്നും ഉണ്ട് നമ്മുടെ കൂടെ. ആ അമ്മ അതോ? അത് ബാബുചേട്ടൻ്റെ ഓയിൽ പരസ്യ. കലണ്ടർ നോക്കിയിട്ടാ പറഞ്ഞു കേട്ടോ. ആ അത് നമ്മുടെ കടാവിനെ അവിടെ കിട്ടിയേക്കുന്ന കേട്ടാ. നമ്മുടെ കടാവേ, പൊന്നുകിടാവ് അവിടെ പുറത്ത് നിൽക്കണ. ആ കപ്പുറത്ത് കിട്ടിയ കപ്പക്കോലൊക്കെ നമ്മൾ അരിഞ്ഞു കൊടുത്തിരിക്കുക. കരട്ട പറമ്പിന്നേ ചില കപ്പക്കോല് കിട്ടിയായിരുന്നു, അത് അരിഞ്ഞു കൊടുത്തിരിക്കുക. അവർക്ക് തിന്നാൻ വേറെ പുല്ലൊക്കെ ആയി വന്നല്ലോ. നാളൊരു മഴ പെയ്തതിൻ്റെ. എന്നാ ഞാൻ അപ്പുറത്തോട്ട് മാറണേ. എങ്ങും പോയില്ലല്ലോ. എങ്ങും പോയില്ല. ആ ആര് പറഞ്ഞു? എലിക്കുട്ടിയമ്മ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു. എലിക്കുട്ടിയമ്മ കിടന്ന് മയങ്ങുമല്ലായിരുന്നോ? അതുകൊണ്ട് കാണാനാ. ആ എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.